പോഡ്കാസ്റ്റ് യൂട്യൂബ് ചാനലിലെ ബോർഡ് ഗവാസ്കർ ട്രോഫി സീരീസായ അലങ്കൊച്ചേട്ടനും സണ്ണി മാമനും പിന്നെ നമ്മളും എന്ന ഈ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ റോട്ട് എന്ന് പറയും, എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ്. അപ്പോൾ നാളെ 3-ാം തീയതി നമ്മൾ ടെസ്റ്റ് തുടങ്ങുകയാണ്. സിഡ്നി ടെസ്റ്റ് 5ാമത്തെ ടെസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴും നിലയിൽ 4 ടെസ്റ്റ് കഴിയുമ്പോൾ ഇന്ത്യ 2-1 പിന്നിലാണ്. പിന്നെ ഈ ടെസ്റ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് സംസാരിച്ചാൽ തന്നെ തീർക്കാം. പെട്ടെന്ന് സംസാരിച്ച് തീർക്കാനുള്ള കാര്യങ്ങളല്ല ഉള്ളത്, എന്നാലും നമുക്ക് പെട്ടെന്ന് തീരും. കാരണം നാളെ രാവിലെ കളിയുണ്ട്. ആക്ച്വലി എനിക്ക് ഡേറ്റ് ക്ലാഷ് ആയത് മാറിപ്പോയതാണ്. 3-ാം തീയതി 7-ാം തീയതിയുള്ള കളിക്കുന്നുള്ളതിൽ ഞാൻ 7-ാം തീയതി കളി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചത്. സോ അങ്ങനെ വന്നൊരു മിസ്റ്റേക്കാണ്. അവന് പെട്ടെന്ന് അപ്പോൾ തന്നെ മാറ്റി ഇന്നലെ രാത്രി തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ കരുതിയത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ തന്നെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മ കളിക്കാനില്ല എന്നുള്ളത് തന്നെയാണ്. സോ രോഹിത് ശർമ്മ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബുംറ തന്നെയായിരിക്കും അടുത്ത ക്യാപ്റ്റൻസി വരുന്നത്. ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്. നമുക്ക് റൂമേഴ്സിലോട്ട് അധികം പോകേണ്ട, നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറയാം. സോ ഇപ്പോഴത്തെ നിലവിൽ വെച്ച് കൺഫേം ആയൊരു ന്യൂസ് എന്ന് പറയുന്നത് 2 ന്യൂസുകളാണുള്ളത്. ഒന്ന് രോഹിത് ശർമ്മ നാളെ കളിക്കില്ല എന്നുള്ളത്, മറ്റേത് നമ്മുടെ ആകാശ് ദീപിന് പരിക്കാണ്. സോ ആകാശ് ദീപ് നാളെ കളിക്കില്ല, പകരം പ്രസിദ്ധ് കൃഷ്ണയ്ക്കാണ് സാധ്യത കൂടുതലെന്ന് റിപ്പോർട്ട്സ് ഉണ്ട്. സോ അതായിരിക്കും നോക്കുന്നത്. അപ്പോൾ നാളെ ഗില്ല് അടുത്തോടെ തിരിച്ചു വരും. സോ വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ ജഡേജയിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളുണ്ട്. സോ നമുക്ക് സിഡ്നിയിലോട്ട് പോകാം. സോ സിഡ്നി പിച്ച് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഓസ്ട്രേലിയ പിച്ച് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഗ്രൗണ്ട് തന്നെ ഏറ്റവും മനോഹരമായ ഗ്രൗണ്ടുകളിലൊന്നും തന്നെയാണ് സിഡ്നി. സോ നാളെ പിങ്ക് ടെസ്റ്റാണ്. കുറേ പേർക്ക് അറിയായിരിക്കുന്നതിനും അറിയാത്തവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഉപകാരം പറട്ടെ. സോ പിങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഗ്രാത്ത് ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു പാർട്ണർഷിപ്പ് നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. അത് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ, അത് ക്യാൻസറിനെതിരെ വേണ്ടിയിട്ട് ഒരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സിഡ്നിയിൽ ഈ പിങ്ക് ടെസ്റ്റ് നടത്തുന്നത്. മഗ്രാത്ത് നമുക്കറിയാവുന്ന മഗ്രാത്തിൻ്റെ വൈഫ് ജെയിൻ മഗ്രാത്ത് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിക്കുകയാണ് ഉണ്ടായത്. സോ അതിനൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് മഗ്രാത്ത് ഫൗണ്ടേഷൻ ഇങ്ങനൊരു ഡേ വെച്ചിരിക്കുന്നത്. സോ ഡേ 3, അതായത് 5-ാം ദിവസം ഗ്രൗണ്ട് മൊത്തം പിങ്ക് കളറിലായിരിക്കും വരുന്നത്. ഫാൻസ് ആണെങ്കിലും എല്ലാവരും പിങ്ക് ജേഴ്സിയിലായിരിക്കും വരുന്നത്. സോ അതിന് ട്രിബ്യൂട്ടായിട്ടും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടെസ്റ്റ് പിങ്ക് ജേഴ്സിയിൽ അവർ ഇറങ്ങുന്നത്. സോ ഓസ്ട്രേലിയയുടെ ക്യാപ്സും കുറച്ച് ജേഴ്സിയിൽ കുറച്ച് പിങ്ക് ചേർക്കുന്ന സ്റ്റെമ്പ് പിങ്ക് ആയിരിക്കും. സോ അങ്ങനെ ഒരുപാട് പിങ്ക് കളറിൽ ഇതിലായിരിക്കും അടുത്ത ദിവസം കളി നടക്കുന്നത്. പക്ഷെ പിങ്ക് ബോൾ ടെസ്റ്റും തന്നു വെച്ചിരുന്നെങ്കിൽ എല്ലാം ആയിരുന്നതിന്. സോ പിങ്ക് ബോൾ ടെസ്റ്റ് ഇല്ല. സോ ഡേ നൈറ്റ് ടെസ്റ്റ് അത് പിങ്ക് ബോൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാം കൂടി അത് വരുന്നു. അതുപോട്ടെ. അപ്പോൾ നമ്മുടെ സിഡ്നിയിലാണ് നടക്കുന്നത്. സിഡ്നിയിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഗ്രീൻ പിച്ചാണ്. സോ അവിടുത്തെ ഗ്രൗണ്ടിലെ റിപ്പോർട്ട്സ് അനുസരിച്ച് കുറച്ചുകൂടി എക്സ്ട്രാ സ്പീഡ്, എക്സ്ട്രാ ബൗൺസ് ഇതെല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു 1-1 പിച്ച് തന്നെയാണ്. നല്ലൊരു ബാറ്റിംഗ് പിച്ചാണ്. അതിനുപരി ഏറ്റവും നല്ലൊരു ബോളിംഗ് പിച്ച് തന്നെയാണ് ഉള്ളത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓരോരോ കാര്യത്തിലാണ് ശ്രദ്ധിച്ച് കളിക്കുക. ജയ്സോൾ കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു, നന്നായി ശ്രദ്ധിച്ച് തന്നെയാണ് കളിച്ചത്. ബാക്കി ബാറ്ററും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കളിക്കുക. ഏറ്റവും കൂടുതൽ ന്യൂ ബോളിനെ നന്നായിട്ട് കളിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഏറ്റവും ചെയ്യേണ്ടത്. കഴിഞ്ഞ ടെസ്റ്റിൽ നമ്മുടെ ജയ്സോൾ ന്യൂ ബോളിൽ നന്നായിട്ട് തന്നെ കളിച്ചിരുന്നു. സ്റ്റാർക്കിന് അധികം വിക്കറ്റും കിട്ടിയിട്ടില്ല. സോ അതേ സ്ട്രാറ്റജി തന്നെയാണ് ഈ ടെസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് പിങ്ക് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഇപ്പോൾ 2-1 പിന്നിൽ നിൽക്കുകയാണ്. സോ അടുത്ത കളി സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യ സമനില, അടുത്ത കളി ഇന്ത്യ ജയിച്ചാലേ ഇന്ത്യക്ക് നമ്മുടെ ബോർഡ് ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. സോ ഓസ്ട്രേലിയ കുറേ വർഷത്തേക്ക് കിട്ടാതെ പോയ കപ്പ് തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ഓസ്ട്രേലിയ നോക്കുന്നത്. സോ വലിയ മാറ്റങ്ങൾ തന്നെ നാളെ പ്രതീക്ഷിക്കാം. ഒരുപാട് മാറ്റങ്ങളായിട്ട് 2-3 മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സോ അതിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി അടുത്ത് നമ്മൾ പിച്ച് റിപ്പോർട്ടും വെതറൊക്കെ നോക്കുകയാണെങ്കിൽ പിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ പിച്ചാണ്. സോ ബോളറിനെ നന്നായിട്ട് ഫേവർ ചെയ്യുന്ന പിച്ച് തന്നെയാണ്. ബാറ്ററിന് അതുപോലെ ശ്രദ്ധിച്ച് കളിച്ചാൽ നല്ലൊരു ബാറ്റിംഗ് പിച്ച് തന്നെയാണ്. അത് ബെസ്റ്റ് 1 ഓഫ് ദ ഗ്രേറ്റ് വിക്കറ്റിംഗ് പിച്ച് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ കാണുകയാണെങ്കിൽ അതിൻ്റെ
താഴെ കൊടുത്തിരിക്കാം. ഈ പറയുന്നതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അതൊക്കെ വായിക്കാം. അല്ലാതെ അഭ്യൂഹങ്ങളാണെങ്കിൽ അവസാനം നമ്മൾ പറഞ്ഞ പറ്റിയെന്ന് പറയേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഏതൊക്കെ റിപ്പോർട്ടാണ് പറഞ്ഞത് ആ റിപ്പോർട്ടിൻ്റെ ലിങ്ക് എല്ലാം ഡീറ്റെയിൽസ് എല്ലാം താഴെ ഉണ്ടായിരിക്കും. പിച്ചിലോട്ട് വരാം. നേരത്തെ വെതർ പറഞ്ഞ ആദ്യത്തെ 2-3 ദിവസത്തെ വരെ നല്ല കാലാവസ്ഥ തന്നെയാണ്. മഴയ്ക്ക് സാധ്യതയില്ല. പക്ഷേ അവസാനത്തെ 2 ദിവസത്തേക്ക് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഗെയിം. ഈ കളിയിൽ എടുത്ത് പറയാനുള്ള നേരത്തെ പറഞ്ഞത് രോഹിത് ശർമ്മ കളിക്കാനില്ല. രോഹിത് ശർമ്മ ഇപ്പോൾ ഒരു ബൂമറയായിരിക്കും ക്യാപ്റ്റൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് പുറത്തേ നടന്ന ടെസ്റ്റിൽ ബൂമറയായിരുന്ന ക്യാപ്റ്റൻ. ആ കളിയാണ് ഇന്ത്യ ആകെ ജയിച്ചിരുന്നത്. സോ അടുത്ത കളിയും ബൂമറ തന്നെയായിരിക്കും നയിക്കുന്നത്. പിന്നെ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകാശ് ദീപിൻ്റെ പരിക്കാണ്. പകരം പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും വീണ്ടും ടീമിൽ വരാൻ സാധ്യതയുള്ളത്. ഈ റിപ്പോർട്ട് ഞാൻ എവിടെ നിന്ന് കണ്ടെന്ന് അറിയില്ല. കാണാനെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ക്യാമറ ഇപ്പുറത്ത് എവിടെ നോക്കിയാൽ പറയുന്നത്. പിന്നെ ഓസ്ട്രേലിയയിലും ഇതുപോലെ മറ്റൊരു വലിയ മാറ്റം വരുന്നുണ്ട്. നിലവിൽ ഫോമിലല്ലാത്ത മിച്ചൽ മാർഷിനെ മാറ്റിയിരിക്കുകയാണ്. പകരം ഒരു പുതിയ ഡെബ്യൂവിന് വന്നിരിക്കുകയാണ് ബെവ് വെബ്സ്റ്റർ. പുള്ളിക്കാരൻ ഏകദേശം അത്യാവശ്യം ഫസ്റ്റ് ക്ലാസ്സിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരൻ തന്നെയാണ്. ഏകദേശം 5000 കൂടുതൽ റൺസും 150-അടുത്ത് വിക്കറ്റ്സും, എക്സാക്ട്ലി പറയാൻ 148 വിക്കറ്റും എടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ മിച്ചൽ മാർഷിൻ്റെ നല്ലൊരു ഫോമില്ലായ്മ തന്നെയാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. പിന്നെ സ്റ്റാർക്കിന് ചെറിയൊരു പരിക്കുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത കളിക്കുമെന്നുള്ളത് ഉറപ്പിച്ച്. കാരണം സ്റ്റാർട്ടിങ്ങിലാണ് വന്നിട്ടുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിലാണ് ഇവിടെ വെച്ചിരിക്കുക. ഇതാണ് ഓസ്ട്രേലിയയുടെ സ്റ്റാർട്ടിംഗ് 11. ആകെ വരുത്തിയ മാറ്റം അത് തന്നെ ഉള്ളൂ. നമ്മുടെ മിച്ചൽ മാർഷിന് പകരം വെബ്സ്റ്റർ. പിന്നെ അതുപോലെ തന്നെ അഭ്യൂഹങ്ങൾ പകരുന്ന ഒരു അഭ്യൂഹം കൂടിയാണ് നാളെ പന്ത് കളിക്കില്ല എന്നുള്ളത്. പന്തിന് പകരം നമ്മുടെ ജൂറലായിരിക്കും കളിക്കുന്നത്. സോ അതിന് വലിയ സാധ്യതയായിട്ട് പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പ്രസ് മീറ്റിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഗൗതം ഗംഭീറാണ് വന്നത്. സോ അവിടെ തൊട്ട് കുറേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നതാണ്. രോഹിത് ശർമ്മ കളിക്കില്ല, ഇന്ത്യൻ ടീം പുറത്താക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ രോഹിത് മാറുകയാണ് ഉണ്ടായിരുന്നത്. നാളത്തെ കളിയിൽ സ്വയം പിന്മാറുകയാണ് ഉണ്ടായത്. ആരും പുറത്താക്കിയതല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നെ ടീം സ്ട്രാറ്റജി എന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ സീരീസിലെല്ലാം പറഞ്ഞ സെയിം സ്ട്രാറ്റജി തന്നെയാണുള്ളത്. ബോളേഴ്സിനെ നോക്കി കളിക്കുക, നന്നായിട്ട് ബേസിക് ആയിട്ട് കളിക്കുക. കാരണം കഴിഞ്ഞ ദിവസം KL പറഞ്ഞത് എങ്ങനെ ഇത്ര നല്ല സ്കോർ ചെയ്യാൻ പറ്റും. KL പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. ഞാൻ സ്റ്റിക്ക് ഓൺ ടു ദ ബേസിക്സ് എങ്ങനെയാണെന്ന് നോക്കുന്നത്, അത് നോക്കി കളിച്ചു എന്നുള്ളതാണ്. സോ അത് തന്നെ വലിയൊരു അതുപോലെ കളിക്കണമെന്നല്ല, എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് കളിക്കുക. കോഹ്ലി കുറച്ചുകൂടി മികവോടെ കളിക്കുക, അത്ര പറയുള്ളൂ. കാരണം കോഹ്ലിയാണ് ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സോ കോഹ്ലിയുടെ അഭാവം തന്നെയാണ് ഈ ഒരു 2 ടെസ്റ്റ് തോൽവിയും ഒരു സമനില വരുന്നത്. കോഹ്ലിയുടെ ഒരു അഭാവം സോങ് ഔട്ട് തന്നെയാണ്. പിന്നെ ഉള്ളത് ഫസ്റ്റ് സെഷൻ നോക്കി കളിക്കുക. കാരണം ന്യൂ ബോളാണ്. സോ ശ്രദ്ധിച്ച് കളിച്ചാൽ ലൈക്ക് വൈസ് ലാസ്റ്റ് ടെസ്റ്റ്, കഴിഞ്ഞ ടെസ്റ്റ് എന്നപോലെ ജയ്സോള് കളിച്ചതുപോലെ എല്ലാവരും കളിക്കാൻ ശ്രമിക്കുക. നല്ല അതിനനുസരിച്ച് സ്വന്തം ഓൺ ഗെയിം പുറത്തെടുക്കാൻ നോക്കുക. അനാവശ്യമായിട്ട് ഔട്ടാവാതിരിക്കാൻ. പിന്നെ വരുന്നത് പാർട്ണർഷിപ്പ്. ഇന്ത്യ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. ടോപ്പ് ഓർഡേഴ്സ് ആരും പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നില്ല. സോ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ടോപ്പ് ഓർഡേഴ്സും മിഡിൽ ഓർഡേഴ്സും വലിയൊരു മേൽക്കൈ വരുന്നില്ല. കഴിഞ്ഞ ഇതിൽ തന്നെ നിതീഷ് റെഡ്ഡിക്ക് ശേഷം വരുന്നവരുള്ള മാച്ചും വേണ്ട. അപ്പം ഇത് കളിച്ചേ പറ്റുള്ളൂ. പിന്നെ ഓസ്ട്രേലിയക്ക് നോക്കുന്ന ഒരേ കാര്യങ്ങൾ ബൂമറെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക എന്നുള്ളത് മാത്രമേ ഓസ്ട്രേലിയയുടെ സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളൂ. ബാക്കി എല്ലാത്തിലും ഓൺ ടോപ്പാണ് അവർ. ഫീൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ബോളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിലും. ഇന്ത്യ ഫീൽഡിങ് കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഇന്ത്യക്ക് അടുത്ത കളി ജയിച്ചേ പറ്റുള്ളൂ. എങ്കിൽ ഈ സീരീസ് സമനിലയായാലും നമ്മുടെ ബോർഡർ ഗോസ്കർ ട്രോഫി തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. സമനിലയിലാകുമ്പോൾ ഷെയറിംഗ് ആണ്. സോ ട്രോഫി ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാം. പിന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലെത്തുന്നു പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ശ്രീലങ്ക ഓസ്ട്രേലിയ കളിയുണ്ട്. സോ അതിൽ ശ്രീലങ്ക 2-0 വൈറ്റ് വാഷ് ആക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഹോപ്പുണ്ട്. കാരണം ശ്രീലങ്കയ്ക്കും കയറാൻ സാധ്യതയുണ്ട്. സോ അടുത്ത കളി അനുസരിച്ചിരിക്കും ഇന്ത്യയുടെ കളി. ഇപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സൈക്കിൾ നോക്കാമെന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അടുത്ത സൈക്കിളിൽ വരുമ്പം ഒരു 7-8 മാസം ഗ്യാപ്പുണ്ട്. സോ അതിനിടയ്ക്ക് പുതിയ ടീം ബിൽഡിംഗ് എന്ന് തന്നെയാണ് ഗംഭീറും ആ ടീം മാനേജ്മെൻറ്റിൻ്റെ പേരും പറയുന്നതായിട്ട് നമുക്ക് ഊഹിക്കാം. അങ്ങനെയാണെങ്കിൽ സീനിയർ താരങ്ങൾ ഒരുപാട് പേര് മാറും. അധികം താമസിക്കാതെ തന്നെ 3 അതായത് നമ്മുടെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജഡേജ, ഈ 3 പേരും
അടുത്ത സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ച് ടെസ്റ്റുകൾ എന്തായാലും കളിച്ചിരിക്കും. പിന്നെ രോഹിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രോഹിത് ഇപ്പോൾ ഫോം ഔട്ടാണ്. രോഹിത്തിൻ്റെ തിരിച്ചു വന്നേ പറ്റുള്ളൂ. കാരണം ഇന്ത്യക്ക് വളരെ അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. സോ രോഹിത് ശർമ്മ എത്രയും പെട്ടെന്ന് ഫോമിലോട്ട് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് പറയണമെങ്കിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഗില്ല് വരുന്നതാണ്. പിന്നെ മേ ബി 2 സ്പിന്നർ ഉണ്ടാവില്ല, 1 സ്പിന്നറേ ഉണ്ടാവുള്ളൂ. പകരം ഒരു 4 ഫാസ്റ്റ് ബോളേഴ്സിനെ കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെയാണെങ്കിൽ പ്രസിദ്ധ് കൃഷ്ണയും ഹർഷിത് റാണയും ടീമിലുണ്ടാവും. പിന്നെ ഗംഭീറിൻ്റെ കഴിഞ്ഞ പത്ര സമ്മേളനം പ്രസ് മീറ്റിൽ ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം പിച്ച് നോക്കിയിട്ട് ടീമിനെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും 2 സ്പിന്നർ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ 2 സ്പിന്നർ ഇല്ലെങ്കിൽ ഒന്നിലേക്ക് എക്സ്ട്രാ ബാറ്റർ ആവാം, അല്ലെങ്കിൽ എക്സ്ട്രാ ബോളർ ആയിരിക്കാം. പക്ഷേ എക്സ്ട്രാ ബാറ്ററിനാണ് കുറച്ചൊരു സാധ്യത, കുറച്ചൊരു സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സർഫറാസ് ഖാൻ്റെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. സർഫറാസ് ഖാൻ അല്ലെങ്കിൽ ദേവദത്ത് പടിക്കൽ. അപ്പം നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിലോട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ 3 സ്പിന്നർ വെച്ചും ഒരു എക്സ്ട്രാ ബാറ്റർ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാഷിംഗ്ടൺ സുന്ദറിനായിരിക്കും മേ ബി ചാൻസ് പോകുന്നത്. സോ വാഷിംഗ്ടൺ സുന്ദറിന് പകരം സർഫറാസ് ഖാനിന് സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എത്രത്തോളമാണെന്നുള്ള പിച്ച് നോക്കിയിട്ട് ടീമിനെ സെലക്ട് ചെയ്യുമെന്നാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ഗംഭീരമായ മറുപടി തന്നെയാണ്. സോ ഇന്ത്യ എപ്പോഴും അങ്ങനെയാണ്, നേരത്തെ പ്രഖ്യാപിക്കാറില്ല. സോ നമുക്ക് സർഫറാസിനെ തന്നെ നമുക്ക് പ്രവേശിക്കാം. 6ാം നമ്പറിൽ കളിക്കാനായിരിക്കും സാധ്യത. അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ, KL രാഹുൽ, KLന് ശേഷം ഗില്ലിന് ശേഷം വിരാട് കോഹ്ലിക്ക് ശേഷം 5ാമായിട്ട് ജൂറൽ വരാം. ജൂറലിന് ശേഷം നമ്മുടെ സർഫറാസിന് ശേഷം നിതീഷ് കുമാർ റെഡ്ഡി, അതിനുശേഷം ജഡേജ, പിന്നെ നമ്മുടെ ബുംറ, സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ. ഇത് തന്നെയായിരിക്കും നമ്മുടെ നാളത്തെ സ്റ്റാർട്ടിംഗ് ലെവൽ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ത്യ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് എഴുതാം. ടോപ്പ് സ്കോർ ആരായിരിക്കും, ആരെങ്കിലും വിക്കറ്റ് എടുക്കുന്ന ആരായിരിക്കും. സോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിജയിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സമ്മാനങ്ങൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗീവ് അവേ എന്തെങ്കിലും നടത്താൻ പറ്റുമോ നമുക്ക് നോക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. എല്ലാം കമൻറ്റ് ഇടയിൽ നമുക്ക് നോക്കാം. ഗീവ് അവേ ഒക്കെ നമുക്ക് സെറ്റാക്കാം. എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും നമുക്കതൊക്കെ റെഡിയാക്കാം. സോ കമൻറ്റ് ചെയ്യുക. സോ ഇത്രയുള്ള വീഡിയോ. സോ നാളെ 5 മണിക്കാണ് കളി. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. ഇപ്പോൾ നമ്മൾ 46 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം 50 സബ്സ്ക്രൈബിലോട്ട് എത്തിക്കാം. സോ എത്തിക്കേണ്ട നിങ്ങൾ തന്നെയാണ്. സോ എത്രയും വേഗം നമുക്ക് 50ലോട്ട് എത്തിയാൽ നമുക്ക് 100ലോട്ട് പോകാം, 200, അങ്ങനെ പതുക്കെ നമുക്ക് വെച്ചിട്ട് മുകളിൽ കയറി പോകാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.